ആ വടി താഴെ വീണാൽ കൂടെ അങ്ങാടിയിലൊക്കെ നടക്കുമ്പോഴേ ആ വടിയൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ സൗബാൻ എന്നവർ മടിക്കുമായിരുന്നു. മൂപ്പരന്റെ മേലെന്ന് താഴെ ഇറങ്ങി ആ വടി എടുത്തിട്ട് മേലെ കയറും. അപ്പൊ ആളുകൾ പറയും, സൗബാൻ നിങ്ങൾക്കത് ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങൾ എടുത്തു തരില്ലായിരുന്നോ? നിങ്ങൾ എന്തിനെ മേലെന്ന് താഴെ ഇറങ്ങിയത്? അപ്പൊ പറയും, ഞാൻ ആരോടും യാചിക്കില്ലെന്ന് നബിയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ യാചനയൊന്നും അല്ല, പക്ഷേ ആ വാക്കിന്റെ പേരിൽ ഇതുപോലും ഞാൻ ആരോടും ചോദിക്കില്ല എന്നെൻ്റെ തീരുമാനമാണെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്ത് അന്തസ്സുള്ള ജീവിതമാ ഒരു മുസ്ലിമിന്റെ ജീവിതം. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണേ, ഒരുപാട് മിസ്കീന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫക്കീറന്മാർ, അവർ ചിലരെങ്കിലും വെറുതെ ചോദിച്ച് ആവശ്യങ്ങൾ തീർന്നാലും ചോദിച്ച്, കുട്ടിനെ കെട്ടിച്ചാലും വീണ്ടും പറയും കുട്ടിനെ കെട്ടിക്കാണ്ടെന്ന് പറയും. വല്യമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും വല്യമ്മക്ക് സുഖമല്ല. ഇങ്ങനെ പറഞ്ഞ് നുണ പറഞ്ഞും അല്ലാതെയും ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ സത്യസന്ധരായ പട്ടിണി കിടക്കുന്ന എത്രയോ ഇടത്തരക്കാരായ ആളുകൾ. മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടാവും, വീടുണ്ടായിരിക്കും, ആ വീടിൻ്റെ ഉള്ളിൽ പുകയുയരാതെ കണ്ണുനീര് കൊണ്ട് കൊച്ചുമക്കളെ വെച്ച് അവർക്കൊരു നല്ല ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ മുഴുപട്ടിണിയും അരപട്ടിണിയുമായി കഴിയുന്ന എത്രയോ ഇടത്തരക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അവരെയാണ് മിസ്കീന്മാരെന്ന് പറയാൻ. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നിർബന്ധമായും നോക്കേണ്ടത് ചെറ്റക്കുടിലുകൾ മാത്രമല്ല, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള വീട് തന്നെയാണ്. പക്ഷെ ഇപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അഭിമാനം കൊണ്ട് ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, മാനം പോകുമല്ലോ എന്ന് വിചാരിച്ചാരോടും കൈനീട്ടാത്തവർ, അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് ഖുർആൻ പറയുന്ന മിസ്കീൻ, പാവപ്പെട്ടവരൊക്കെ അതിൽപ്പെടും. പക്ഷേ മിസ്കീൻ എന്ന കാറ്റഗറി വേറെ തന്നെയുണ്ടെന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയാറുണ്ട്. നമ്മുടെ കാഴ്ചയിൽ അവർ മുതലാളിമാരാണ്, പക്ഷെ ഉള്ളിൽ അവർ ദരിദ്രന്മാരാണ്. അവരെ നമ്മൾ സഹായിക്കണം, അവരെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റുള്ളവരെയും കാണണം, പക്ഷേ മറ്റുള്ളവരുടേത് ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ കല്യാണം കഴിയുമ്പോൾ ഒരു പക്ഷേ 2 കല്യാണത്തിന് ആവശ്യമുള്ള കാശ് അവർക്ക് ഒറ്റ കല്യാണം കൊണ്ട് കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഇടത്തരക്കാരായ ആളുകൾ അങ്ങനെയല്ല. അവരുടെ ജീവിതമോ നടപ്പോ കാണുമ്പോൾ അവരൊക്കെ വലിയ ആളുകളാണ്, വലിയ സൗകര്യത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അവർ സത്യത്തിൽ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുകയായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ യതകഫലു ലി അല്ലാ യസ്അലന്നാസ ശൈആ അതകഫലു ലഹു ബിൽ ജന്ന. ജനങ്ങളോട് ആരോടും ഞാൻ ചോദിക്കില്ല എന്നെനിക്ക് വാക്കു തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പുണ്യനബി പറഞ്ഞപ്പോ ഫഖാല സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അന യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങേക്ക് വാക്ക് തന്നു നബിയേ, ഞാനിനി ആരോടും ഒന്നും ചോദിക്കില്ല. ഹാനവറുകൾ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടകത്തിന്റെ മീതെ നിൽക്കുമ്പോൾ ഒരു സാധന ടവലോ വടിയോ എന്തെങ്കിലും താഴെ വീണാൽ അവർ താഴെ ഇറങ്ങിയിട്ട് അത് എടുത്തിട്ട് മേലെ കയറും. ഒരാളോട് അതങ്ങ് എടുത്തു തരുമോ എന്ന് പോലും ചോദിക്കില്ലായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഈ ഉമ്മത്തിനെ അള്ളാഹുവിന്റെ ഹബീബ് ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡുള്ള ഉമ്മത്തായിട്ടാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ട് യാചിക്കുന്നവര്, അങ്ങനെ ആരും നമ്മളെ പറ്റി വിചാരിക്കരുത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന്, ദാഹിക്കുന്നുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാന്ന്. ചോദിക്കും മുമ്പ്, ഒരാൾ കൈനീട്ടും മുമ്പ് അവരെ സഹായിക്കാന്നൊക്കെ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു പണിയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത്. അള്ളാഹു ഒരു കൂലി കൊടുക്കട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചില ആളുകൾ വന്നിങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. ഖലീഫയായിരുന്ന കാലത്ത് അലി തങ്ങൾക്കറിയാം ഇവരെന്തോ ചോദിക്കാൻ വന്നതാണ്, എന്തോ സഹായം വേണം. ഖലീഫയല്ലേ, ബൈത്തുൽ മാൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ചോദിക്കാം. പക്ഷെ അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും. അപ്പം അലി റളിയല്ലാഹു അൻഹു അവർ ചോദിക്കും മുമ്പ് അവരോട് പറയും, നിങ്ങൾ എന്നോട് പറയാൻ വന്ന വിഷയം അവിടെ മണലിൽ എഴുതിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ എന്ന് പറയും. ആരുണ്ടാവില്ല, ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും, അവിടെ നിങ്ങൾ എഴുതിയിട്ട് പൊയ്ക്കോ എന്ന് പറയും. നേരിട്ട് അന്നൊന്നും പേപ്പറും പെന്നൊന്നും ഇല്ലല്ലോ, മെസ്സേജും ലെറ്ററൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് എളുപ്പമുള്ള വഴിയാണ്. വിരലുണ്ട്, മണലും ഉണ്ട്, എഴുതാനും പറ്റും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, അഹ്ഫളു മാഅ വജ്ഹിഹി, അവരുടെ മുഖത്തിലെ വെള്ളം ഞാൻ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് മുഖത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഐശ്വര്യം, ഒരു മനുഷ്യൻ്റെ അഭിമാനം. ചോദിക്കുമ്പോൾ അവർക്ക് വിഷമായിരിക്കും. എഴുതി വെച്ച് പോയാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട,
എന്നാലും ചോദിച്ച് അപമാനപ്പെട്ടു എന്ന് വിചാരിക്കൂലല്ലോ. എൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യിക്കാറുള്ളത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും മുമ്പേ ചോദിക്കേണ്ടെങ്കിലെന്ന് എഴുതി ചോദിക്കോ, ഞാനത് നോക്കിയിട്ട് ചെയ്തേക്കാം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഫയഖ്ളി ഹാജത, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് മഹാനെക്കുറിച്ച് പറയാറുണ്ട്. യാ അല്ലാഹ്. അല്ല, പരിപാടി നിർത്തണ്ടേ? 10 മിനിറ്റ് കൂടെ കേട്ടോ, മാക്സിമം. സമയം പോയത് അറിഞ്ഞില്ലല്ലോ. നമ്മൾ തുടങ്ങിയതൊരു 10 മണിക്കല്ലേ? അപ്പോൾ ആ പറഞ്ഞിടത്തേക്ക് എത്താൻ 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റിൽ നിർത്തല്ലേ? അതല്ലേ നല്ലത്? നല്ലത്. ഇൻഷാ അല്ലാഹ്. ഇതെങ്ങനെ പോവുകയാണെങ്കിൽ നേരം വിളിക്കോളം പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചവിട്ടി പിടിച്ച് നിർത്താൻ നല്ലത്. അപ്പോൾ നിബിതങ്ങൾ, അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നിബിതങ്ങൾ ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡുള്ള ഉമ്മത്താവാണ്. എന്തൊക്കെ നന്മകളാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നീട് കേട്ടു നോക്കുക. എത്രയേറെ വിഷയങ്ങളാണ് ഈ ഉമ്മത്തിനോട് ദീനിന് പറയാനുള്ളത്. ഈ ഉമ്മത്തിൻ്റെ സംസ്കാരം ഇങ്ങനെയാവണം. അവരിങ്ങനെ ഉയർന്നു ചിന്തിക്കുന്നവരാകണം. അവര് ഈമാനും തഖ്വയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഏത് പ്രവർത്തനത്തിന്റെ പിറകിലും ആഖിറം കരുതുകയും ചെയ്യുന്നവരാവണം. എന്നിട്ട് ഹബീബ് നമ്മളോട് പറയാ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ മാത്രം ചോദിച്ച് നിർത്തല്ലേ. എനിക്ക് ആരോഗ്യം വേണം, എൻ്റെ അസുഖം മാറണം, എൻ്റെ കടം വീടണം, എനിക്ക് കുട്ടികൾ വേണം, എൻ്റെ കല്യാണം ശരിയായില്ല, വീടായിട്ടില്ല, ഇങ്ങനെ പലതും നമുക്ക് ചോദിക്കാനുണ്ടാകാം. ഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, റബ്ബേ ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണേ. അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. വെറും ഒരു സ്വർഗം മാത്രം എന്ന് പറയല്ലിൻ. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അലൽ ജന്ന. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണത്. ശുഹദാക്കൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന സ്വർഗം 100 തട്ടാണെന്നാണ്. 100 ലെവലാണ് ശുഹദാക്കൾക്ക് മാത്രം. അതിൽ തന്നെ പല അവരുടെ നീയത്തിനും അവരുടെ അമലിനും അനുസരിച്ച് ഏറ്റ വ്യത്യാസം ഉണ്ടാവും. 100 തട്ടുകളുള്ള സ്വർഗമാണ് ശുഹദാക്കൾക്ക് മാത്രം. നബി തങ്ങൾ പറഞ്ഞു, ആ ശുഹദാക്കളുടെ 100 തട്ട് സ്വർഗത്തിന്റെ അതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മാ ബൈന ദറജതൈൻ, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ദൂരം. വിചാരിക്കപ്പെടുന്ന തെങ്ങിന്റെ മുകൾക്കായിരിക്കുന്നു. അല്ല, മാ ബൈന സമാഇ വൽ അർദ്, ആകാശം. നമുക്കതിന് അറ്റം കാണൂല, ഒരിക്കലും കാണൂല. സയൻസിന് ലെൻസ് കൊണ്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല. ദ ലിമിറ്റ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർത്തിയാണ്. നക്ഷത്രങ്ങളുടെയും അപ്പുറത്ത് കിടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പരിധിയാണ് ആകാശം എന്ന് പറയുന്നത്. നമ്മൾ സാന്ദർഭികമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മേലെ കാണുന്ന നീല നിറം ഇത് ആകാശമാണെന്ന് പറയും. പക്ഷേ വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബിഹ്, ഒന്നാം ആകാശം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നക്ഷത്രങ്ങളുടെ മേലെയാണ് ഒന്നാം ആകാശം. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ് ശുഹദാക്കളുടെ 100 ലെവലുള്ള സ്വർഗത്തട്ടുകളിൽ ഒരു തട്ട് അടുത്ത തട്ടിലേക്കുള്ള ദൂരം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്താണ് അൽ ഫിർദൗസ്, വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിൻ്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സിംഹാസനം. ഫഇന്നഹു അഅലൽ ജന്നതി വവസതുഹാ, സ്വർഗത്തിൻ്റെ മധ്യവും അതിൻ്റെ ഉന്നതമായ സ്ഥാനവും ഫിർദൗസാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആ ഉയർച്ചയിൽ കിടക്കുന്ന സ്വർഗം ചോദിക്കാനൊന്നും നമ്മൾ യോഗ്യരല്ല. എന്നാലും ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഏറ്റവും നല്ലത്, ഏറ്റവും ഉയരങ്ങളിലുള്ളത് അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കേണ്ടത്. എല്ലാ നന്മയും അള്ളാഹുവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ, എൻ്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാററ്റ് പോയാൽ ഞാൻ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, റബ്ബേ എനിക്ക് ചെരുപ്പ് വേണം കേട്ടോ.
ജന്നത്തുൽ ഫിർദൗസും ഞാൻ അല്ലാഹുവിനോടാ ചോദിക്കുന്നത്. ചെറുതും വലുതും റബ്ബ് തആല തരാൻ കഴിയുന്നവനാണ്. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അലൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ ഉന്നതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം മനോഹരമാണ്. ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അതിന്റെ സൗന്ദര്യം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ ഒരു ചെറിയ കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കുഹു മാ ലാ യഅനി. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ പോയി തലയിടരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ആരോടും ചോദിക്കാൻ പോകരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സമയം ചെലവഴിക്കരുത്. നമുക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം. ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? തർക്കുഹു മാ ലാ യഅനി. ഇങ്ങനെ ന്യൂസ് കളക്ട് ചെയ്ത് നടക്കുക. അതെന്തായി, ഇതെന്താ, അവളുടെ കാര്യം എന്താ, ഇവന്റെ കാര്യം എന്താ, മറ്റോൾ എന്തായി, ഇവളെന്തായി, ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ അമലിനെ കുറിച്ചാണ്. ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് യുവർസെൽഫ്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാൻ നടക്കണ്ട. ഞാൻ എൻ്റെ വിഷയം നോക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അനാവശ്യങ്ങളിലേക്ക് തലയിടാതിരിക്കുക. അനാവശ്യ വിഷയങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക. അനാവശ്യമായത്, ഞാൻ പറയുന്നത് മോശപ്പെട്ടത് എന്ന് പോലുമല്ല. Leave things that does not concern you, things that do not concern you. നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം അതിൽ പോയി തലയിടണ്ട. ലോകത്ത് എത്രയൊക്കെ വീഡിയോസ് കാണും, വെബ്സൈറ്റ്സ് കാണും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആയിരക്കണക്കിന് കമൻറ്റുകളും വീഡിയോസും എഴുത്തും വായനയും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണും. ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് മരിക്കാൻ പറ്റുമോ? മരണത്തിന് മുമ്പ് ഇതൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുമോ? കണ്ടു തീർക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മുടെ ആഖിറത്തിലേക്ക് നമ്മെ സഹായിക്കുന്നത് എന്തോ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ദുനിയാവിന് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇതൊരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഅനി. Leave those that don't concern you. നിങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുക. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു തലയും വാലുമില്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ പോവാതിരിക്കുക. ചീപ്പായിട്ടുള്ള വളരെ നിസ്സാരമായ ചർച്ചകൾക്ക് സമയം കൊടുക്കാതിരിക്കുക. അത് കാണാതിരിക്കുക. അതാർക്കും ഫോർവേഡും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ സ്വഭാവമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.